Granites, MLA Road, Palluruthi. Contact 9446567002, 98460 94470 മട്ടാഞ്ചേരി അസ്രാജ് ബിൽഡിംഗിൽ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ആശ്രയമില്ലാതെ 4 കുടുംബങ്ങൾ. മട്ടാഞ്ചേരി അസ്രാജ് ബിൽഡിംഗിൽ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. സലീന കുഞ്ഞു മുഹമ്മദിന്റെ വീടിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ആർക്കും പരിക്കില്ല. 150 വർഷത്തിന് മേൽ പഴക്കമുള്ള കെട്ടിടമാണ് ഇത്. 20ഓളം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ഏത് സമയത്തും നിലംപൊത്താറായ ജീർണിച്ച കെട്ടിടമാണിത്. ഭയാശങ്കയോടെയാണ് 4 കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത്. പഴയ പാണ്ഡികശാലയാണിത്. ഇന്ത്യ വിഭജന വേളയിൽ കൊച്ചിയിലെ വ്യവസായവും കെട്ടിടങ്ങളും ഉപേക്ഷിച്ച് പാകിസ്ഥാനിലേക്ക് കൂടിയേറിയ അല്ലായ എന്ന വിഭാഗക്കാരുടേതാണ് ഈ കെട്ടിടം. അഭയാർത്ഥി ഭൂമിയായി ഗണിക്കപ്പെടുന്ന കെട്ടിടത്തിൽ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടുകളിലായി കഴിഞ്ഞു വരികയാണ് 4 കുടുംബങ്ങൾ. ആദ്യകാലത്ത് കെട്ടിടം കൈവശം വെച്ചിരിക്കുന്നവർക്ക് വാടക കൊടുത്തിരുന്നെങ്കിലും പിന്നീട് അഭയാർത്ഥി ഭൂമിയാണെന്ന തിരിച്ചറിവോടെ ഉടമസ്ഥരില്ലാത്തവർക്ക് വാടക ഇവർ കൊടുത്തിരുന്നില്ല. കെട്ടിടം ജീർണിച്ച് തകർച്ചാ ഭീഷണിയിലാണ്. മുകൾ നിലയിലേക്ക് കയറിപ്പോകാനുള്ള ഏണിപ്പടികൾ ദ്രവിച്ചു നിൽക്കുകയാണ്. കെട്ടിടം ചോർന്നൊലിക്കുന്നതിനാൽ മഴ പെയ്താലും ശക്തമായ കാറ്റടിച്ചാലും സമീപത്തെ വീടുകളിൽ അഭയം തേടുകയാണ് ഈ കുടുംബങ്ങൾ. മട്ടാഞ്ചേരിയിൽ 2 പഴയ കെട്ടിടങ്ങൾ തകർന്നു വീണതോടെ ഇവരും ഭയാശങ്കയിലാണ്. ഇവിടുത്തെ ഒരു വീടിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. ജനപ്രതിനിധികൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.